ഹലോ, ആ രമേശ് ചേട്ടാ. നീ എവിടെ രമേ? അയ്യോ രമേശ് ചേട്ടാ, ഞാൻ ആ കാര്യം പറയാൻ മറന്നുപോയി. അച്ഛന് സുഖമില്ലാന്ന് അമ്മ വിളിച്ചായിരുന്നു. അതാ ഞാൻ എന്റെ വീട്ടിലോട്ട് വന്നിരിക്കുക. ഓ അത് ശരി. പിന്നെ മാമന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പൊ? കാണിച്ചോ? അതല്ല, നീ എപ്പോഴും അങ്ങോട്ട് വരുന്നേ? ആ അച്ഛനെ കാണിച്ചേട്ടാ. ചെറിയൊരു ക്ഷീണക്കുറവെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ അമ്മ പറഞ്ഞ് കൂട്ടിനെ 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതിന്ന്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളായിരിക്കും. ഓ, കിട്ടിയ ചാൻസാ, നല്ലോണം മുതലാക്കാം. എന്താ രമേശ് ചേട്ടാ? ആ അതൊന്നും ഇല്ല രമേ, ഞാൻ പറയായിരുന്നു മാമനെ നല്ലോണം നോക്കിയിട്ടൊക്കെ വന്നാൽ മതി. 2-3-4 ദിവസം ആയാലും കുഴപ്പമില്ല. നീ അവിടെ നിന്ന് സാവധാനം മാമനെ നോക്കിയിട്ട് മാമനെ ആക്കൊക്കെ ആയിട്ട് വന്നാൽ മതി എന്ന് പറയായിരുന്നു. ഓ അതൊന്നും വേണ്ട രമേശ് ചേട്ടാ. 2 ദിവസം കൊണ്ട് ഞാൻ വരും. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുന്ന ആലോചിക്കണേ. എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഓ അതിനെന്താ രമേ, ഞാൻ ഏറ്റു. എന്നാ ശരി, നീ മാമനെ നോക്കിക്കോ, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ആ ശരി രമേശ് ചേട്ടാ. എന്റെ ഭഗവാനെ, ഞാൻ എന്റെ സ്വപ്നത്തെ പോലും കരുതിയില്ല ഇങ്ങനെ ഒരു നല്ല ചാൻസ് കിട്ടുന്നു. 5 minutes later. എടാ, നമ്മളെ പ്ലാൻ ചെയ്തില്ലായിരുന്നോ ട്രിപ്പിനെ കുറിച്ചിട്ട്? ആ ട്രിപ്പ് സെറ്റ് ആട്ടോ. ആ വൈഫേ വീട്ടിൽ പോയിക്കുക, അവളെ അച്ഛന് സുഖമില്ലാന്ന്. 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ആ ഗ്യാപ്പിൽ മെല്ലെ പോയിട്ട് വരാം. ആ നീ ഒരു 4-4 ആകുമ്പോൾ വീട്ടിലേക്ക് വാ, ഞാൻ എല്ലായിടത്തും റെഡി ആയി നിൽക്കാം. ആ ഓക്കെ. ഇല്ലടാ ഇല്ല, ട്രിപ്പിൽ ഒരു മാറ്റവും ഇല്ല. എന്നാ ശരി. ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നുണ്ട്, നീ കട്ട് ചെയ്യും, ഞാൻ നിന്നെ വിളിക്കാം. രമേശ് ചേട്ടാ, ആ പറയാമേ. അണ്ണൻ വീട്ടിലെത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. എന്ത് കണ്ണനോ? അതെ രമേശ് ചേട്ടാ. ഇപ്പൊ നീ മാത്രമാണ് പോയേ, അവനെ കൂടെ കൊണ്ടുപോയില്ലേ? ഇല്ല രമേശ് ചേട്ടാ, അതെങ്ങനെ കൊണ്ടുപോവാനാ? അവർക്ക് ട്യൂഷനൊക്കെ ഉള്ളതല്ലേ. അതാ ഞാൻ അവിടെ വിട്ടിട്ട് വന്നേ. നിങ്ങളൊന്നും അവനെ ശ്രദ്ധിക്കണം കേട്ടാ. നിങ്ങൾക്ക് അറിയാലോ അവന്റെ കുരുത്തക്കേടിനെ പറ്റി. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക്. അതാ ഞാൻ പറഞ്ഞേ. അതിൽ നിങ്ങൾ 2-3 ദിവസമൊക്കെ നിന്നോന്നല്ലേ എന്നോട് പറഞ്ഞേ. ഞാൻ അമ്മനോട് അത് പറഞ്ഞായിരുന്നു. അമ്മ പറഞ്ഞൊരു 3 ദിവസം നിന്നിട്ട് പൊയ്ക്കൊന്ന്. ഏതായാലും ഇനി ഞാൻ ഒരു 3 ദിവസം കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. അതുവരെ ഒന്ന് നോക്കണേ അവനെ, ശ്രദ്ധിക്കണം കേട്ടോ. എന്നാ ശരി രമേശ് ചേട്ടാ, പിന്നെ വിളിക്കാം. രാമേ. അച്ഛാ, എന്താടാ? എനിക്ക് വിശക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കിത്താ. എന്ത് ഉണ്ടാക്കി തരാനാ? അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, എടുത്ത് കഴിക്കിപ്പോ. അമ്മനോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു അച്ഛൻ ഉണ്ടാക്കി തരുന്നു. എനിക്ക് വിശക്കുന്നു, അതൊന്നും എനിക്കറിയില്ല. അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കിത്താ. എന്നാ ശരി, ഞാൻ പോയി നിനക്ക് നൂഡിൽസ് ഉണ്ടാക്കാം, നീ ഇവിടെ ഇരിക്കി. ഇവിടെ കള്ള എളുപ്പപ്പണിക്ക് വേണ്ടി നൂഡിൽസ് ഉണ്ടാക്കല്ലേ? എനിക്ക് നൂഡിൽസ് ഒന്നും പറ്റില്ല. പിന്നെ എന്താടാ ചെക്ക എനിക്ക് വേണ്ടേ? അങ്ങനെ ചോദിച്ചാ ഞാൻ ഇപ്പൊ എന്താ പറയാ? എനിക്ക് എല്ലാം ഇഷ്ടാ. ഇഡ്ലി, വട, പൂരി, ദോശ, പുട്ട്. 5 minutes later. മസാല ദോശ. എടാ ചെറുക്ക, മതി നിർത്ത്. എന്നെ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കി തരാൻ കഴിയില്ല. വേണമെങ്കിൽ നീ നൂഡിൽസ് കഴിക്കുക, അല്ലെങ്കിൽ കഴിക്കണ്ട. ഇതേ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചതൊക്കെ ഉണ്ടാക്കി തരായിരുന്നു. ശരി ശരി, ഓർ സൈഡ് അടിക്കണ്ട. നിനക്കെന്താ വേണ്ടെന്ന് വെച്ചാലേ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിക്കോ. കൂടെ എനിക്ക് എന്തെങ്കിലും വാങ്ങ്. നോക്കിയും കണ്ടൊക്കെ വാങ്ങണേ. ആ കാര്യം ഞാൻ ഏറ്റച്ച. ഇതിൽ ഏത് ഐറ്റംസ് ആദ്യം കഴിക്കാൻ തുടങ്ങേണ്ടത്? എടാ കണ്ണ, ഓർഡർ ചെയ്ത് തോന്നോ? എന്താടാ കണ്ണത്? ഞാൻ നിന്നോട് നോക്കിയും കണ്ട് ഓർഡർ ചെയ്യാനല്ലേ പറഞ്ഞേ. നീ എന്താ കണ്ണിൽ കണ്ടതൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നേ? അച്ഛനല്ലേ പറഞ്ഞേ എനിക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങി കഴിച്ചോന്ന്. എനിക്ക് ഇതൊക്കെയാ ഇഷ്ടം. വേഗം കഴിച്ചു എണീച്ചിട്ടെ പോയി പഠിക്കാൻ നോക്ക്. ഇത് ഞാൻ കഴിക്കാനോ? പിന്നെ നീ കഴിക്കാനല്ലേ വാങ്ങിയേ? കഴിക്കാനാണ് വാങ്ങിയത്.